സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇറാന്റെ മറുതന്ത്രങ്ങളിൽ വിയർക്കുകയാണ് ട്രംപ്. ഹോർമൂസ് ഉപരോധം ചൈനയുടെ സഹായത്തോടെ തകർത്തതിന് പിന്നാലെ ചെങ്കടൽ ലക്ഷ്യമിടുകയാണ് ഇറാൻ. ഉപരോധം തുടർന്നാൽ ചെങ്കടലിലെ കപ്പൽ ഗതാഗതം ഇറാന് വേണ്ടി ഹൂതികൾ തടയുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. അതിനിടെ ഇറാനുമായുള്ള യുദ്ധം 2 ദിവസത്തിനകം തീരുമെന്ന് പ്രഖ്യാപിച്ച് ട്രംപ് രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിനിടെ ട്രംപിനെ ഞെട്ടിച്ച് ഇറാനു വേണ്ടി ചൈന നടത്തിയ രഹസ്യ ദൗത്യങ്ങളുടെ കൂടുതൽ വിവരങ്ങളും പുറത്തുവരികയാണ്. ചൈനീസ് ഉപഗ്രഹം ഇറാൻ അതീവ രഹസ്യമായി സ്വന്തമാക്കി അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നാശമാകുന്ന രീതിയിൽ കൃത്യമായി ഉപയോഗിച്ചു എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. മാത്രമല്ല, ഹോർമൂസിന് മുകളിൽ പറന്ന അമേരിക്കയുടെ 1800 കോടിയുടെ ഡ്രോൺ തകർത്തതിന് പിന്നിലും ചൈനീസ് കരങ്ങൾ ഉണ്ടെന്നുള്ള വിവരങ്ങളും പുറത്തുവരികയാണ്. അതിനിടെ ഇറാനു വേണ്ടി റഷ്യയും ചൈനയും പുതിയ നീക്കങ്ങളും നടത്തുകയാണ് എന്നാണ് റിപ്പോർട്ട്. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവാണ് പുടിന്റെ നിർദ്ദേശപ്രകാരം ചില നിർണായക നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുമായി ഫോണിൽ സംസാരിച്ച ലാവ്റോവ് അടുത്ത ദിവസം തന്നെ ചൈനയിലേക്ക് പറക്കുകയും ചെയ്തു. ചൈനയിൽ ഉന്നത നേതാക്കളുമായി നിർണായക കൂടിക്കാഴ്ചകൾ അദ്ദേഹം നടത്തിയെന്നാണ് സൂചന. ചൈനയും അമേരിക്കയ്ക്കെതിരെ ഇനിയും മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല എന്നുള്ള കടുത്ത നിലപാടിലാണ്. അതിന്റെ പ്രതിഫലനമാണ് അമേരിക്കൻ ഉപരോധമുള്ള ഹോർമൂസിൽ കപ്പൽ വിട്ട് ചൈന പ്രകടിപ്പിച്ചത്. ഇതിനൊപ്പം ഇറാനും സ്വന്തം നിലയ്ക്ക് ചില നയതന്ത്ര നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഇറാനുമായി ബന്ധപ്പെട്ട ചില നിർണായക കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോയുമായി വന്നത്. ചൈന ഇറാനായി ചെയ്തു കൊടുത്ത നിർണായക ദൗത്യങ്ങളെക്കുറിച്ച് ആദ്യം പറയാം. അമേരിക്ക തങ്ങളെ ആക്രമിക്കുമെന്നത് മുന്നിൽ കണ്ട് ഇറാൻ ചൈനയിൽ നിന്ന് അതീവ രഹസ്യമായി ചാര ഉപഗ്രഹം സ്വന്തമാക്കിയെന്നാണ് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. TE-01B എന്നു പേരുള്ള ഈ അത്യാധുനിക ചാര ഉപഗ്രഹം ചൈനീസ് കമ്പനിയായ എർത്ത് ഐ ആണ് നിർമ്മിച്ചത്. 2024 അവസാനത്തോടെയാണ് ഇറാന്റെ വിപ്ലവസേന ഈ ഉപഗ്രഹം $3.6 കോടി സ്വന്തമാക്കിയത്. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളുടെയും കപ്പലുകളുടെയും കൃത്യമായ ലൊക്കേഷൻ കണ്ടെത്താൻ ഈ ഉപഗ്രഹം ഇറാനെ സഹായിച്ചു. 0.5 മീറ്റർ വരെയുള്ള ചെറിയ വസ്തുക്കളെ പോലും തിരിച്ചറിയാൻ ശേഷിയുള്ള ഇതിലെ ഹൈ റെസല്യൂഷൻ ക്യാമറകൾ വഴി താവളങ്ങളിലെ വിമാനങ്ങളുടെയും മിസൈലുകളുടെയും സ്ഥാനം ഇറാൻ മനസ്സിലാക്കി ഇതുവഴി ആക്രമണങ്ങൾ കൂടുതൽ കൃത്യതയോടെ ആസൂത്രണം ചെയ്യാനും ഇറാന് കഴിഞ്ഞു. സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തുന്നതിന് തൊട്ടു മുമ്പ് ഇറാൻ ഈ ഉപഗ്രഹം വഴി നിരീക്ഷണം നടത്തിയിരുന്നു. ഏത് സമയത്താണ് ആക്രമണം നടത്തേണ്ടത് എന്നും എവിടെയാണ് കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്താൻ കഴിയുക എന്നും തീരുമാനിക്കാൻ ഈ ഉപഗ്രഹം ഇറാനെ സഹായിച്ചു എന്നാണ് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടാതെ ജോർദാനിലെ മുവഫാഖ് സാൽറ്റി എയർബേസ് തുടങ്ങിയ സ്ഥലങ്ങളുടെ ചിത്രങ്ങൾ ഈ ഉപഗ്രഹം വഴി ഇറാൻ ശേഖരിച്ചു. അതായത് പശ്ചിമേഷ്യയിലെ, അതായത് ഗൾഫ് മേഖലയിലെ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളുടെ എല്ലാം ചിത്രങ്ങൾ ഈ ഉപഗ്രഹം വഴി, ഈ ചൈനീസ് ചാര ഉപഗ്രഹം വഴി ഇറാൻ ശേഖരിച്ചു. ആക്രമണത്തിന് ശേഷം ആ ലക്ഷ്യസ്ഥാനത്തിന് എത്രത്തോളം നാശനഷ്ടം സംഭവിച്ചു എന്നും TE എന്നറിയപ്പെടുന്ന ഈ ഉപഗ്രഹം വഴി ഇറാൻ പരിശോധിച്ചു. ആക്രമണം പരാജയപ്പെട്ടാൽ വീണ്ടും ആക്രമണം നടത്തണമോ എന്നോ തീരുമാനിച്ചതും ഉപഗ്രഹം നൽകിയ ചിത്രം ഉപയോഗിച്ചാണ്. അതുമാത്രമല്ല, ഹോർമൂസ് കടലിടുക്കിലും ചെങ്കടലിലും അമേരിക്കൻ യുദ്ധക്കപ്പലുകളുടെ നീക്കം 24 മണിക്കൂറും ഇറാൻ നിരീക്ഷിച്ചു കൊണ്ടിരുന്നത് TE ഉപഗ്രഹം ഉപയോഗിച്ചാണ്. അമേരിക്കൻ ഡ്രോണുകളെയും വിമാനങ്ങളെയും ട്രാക്ക് ചെയ്യാനും TE ഉപഗ്രഹത്തിലൂടെ സാധിച്ചു. ഇതോടെ മറ്റൊരു ഇറാൻ നീക്കം കൂടി പുറത്തേക്ക് വരികയാണ്. ഈ ഉപഗ്രഹം ഉപയോഗിച്ചാണ് അമേരിക്കയുടെ കോടികൾ വിലയുള്ള MQ-4C ട്രൈറ്റൻ ഡ്രോണിനെ ഇറാൻ തകർത്തത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ അതിനുള്ള സംശയമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഹോർമൂസിന് മുകളിൽ പറന്ന ശേഷം തിരിച്ചുപോയ ഡ്രോൺ അടിയന്തര സാഹചര്യത്തിൽ അയക്കുന്ന കോഡ് അയച്ച ശേഷം 50,000 അടി ഉയരത്തിൽ നിന്ന് പെട്ടെന്ന് താഴേക്ക് പതിക്കുകയും 10,000 അടിയിലെത്തിയപ്പോൾ റഡാറുകളിൽ നിന്ന് പൂർണ്ണമായും അപ്രത്യക്ഷമാവുകയും ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ച് വിശദമായ ഒരു വാർത്ത പേജ് 10 സ്റ്റോറീസ് തന്നെ ചെയ്തിട്ടുണ്ട്. 1800 കോടി മുതൽ 2200 കോടി വരെ വിലയുള്ള ഡ്രോൺ തകർന്ന കാര്യം ബുധനാഴ്ചയാണ് അമേരിക്കൻ നാവികസേന സ്ഥിരീകരിച്ചത്. ഈ ഡ്രോണിനെ ചൈനീസ് ഉപഗ്രഹത്തിന്റെ സഹായത്തോടെ ഇറാൻ GPS സ്പൂഫിംഗ് നടത്തി തകർത്തു എന്നാണ് ചൈനീസ് ഉപഗ്രഹത്തിന്റെ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ കൂടി വരുമ്പോൾ നമുക്ക് അനുമാനിക്കാൻ പറ്റുന്നത്. GPS ഉപകരണങ്ങളെ കബളിപ്പിച്ച് തെറ്റായ ലൊക്കേഷൻ വിവരങ്ങൾ നൽകുന്ന രീതിയാണ് GPS സ്പൂഫിംഗ്. ഒരു സ്ഥലത്തുള്ള ഉപകരണം യഥാർത്ഥത്തിൽ അവിടെയല്ല, മറിച്ച് മറ്റൊരിടത്താണെന്ന് തോന്നിപ്പിക്കാൻ ഉപഗ്രഹത്തിന്റെ സഹായത്തോടെ നടത്തുന്ന ഒരു സൈബർ ആക്രമണം ആണ് ഇത്. അതുകൊണ്ട് ഇത് സാധിക്കുകയും ചെയ്യും. മാത്രമല്ല, ഡ്രോണിന്റെ GPS സിസ്റ്റത്തെ കബളിപ്പിച്ച് ഹൈജാക്ക് ചെയ്ത് തകർക്കാനും പറ്റും. ഇറാൻ അമേരിക്കയുടെ ഡ്രോണിനെ പിടിച്ചെടുത്തത് ഇത്തരത്തിൽ സ്പൂഫിംഗ് വഴിയാണെന്നാണ് സംശയം.
അതിനുവേണ്ടി ചൈനീസ് ചാര ഉപഗ്രഹത്തെയും, അതായത് നേരത്തെ പറഞ്ഞ TE എന്ന ഉപഗ്രഹത്തെയും ചൈനീസ് സാങ്കേതിക വിദ്യയും ഇറാൻ കൃത്യമായി ഉപയോഗിച്ചു എന്നാണ് സാങ്കേതിക വിദഗ്ധർ വിലയിരുത്തുന്നത്. അതായത് ഇറാൻ്റെ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും കൃത്യത കൂട്ടാൻ ചൈനയുടെ ബെയ്ഡൌ സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റം ഇറാൻ ഉപയോഗിക്കുന്നുണ്ട്. അമേരിക്കയുടെ GPS കുത്തക തകർക്കാൻ ഇറാനെ സഹായിക്കുന്നത് ഈ സാങ്കേതിക വിദ്യയാണ്. 2021 മുതൽ തന്നെ ഇറാൻ തങ്ങളുടെ സൈനിക ആയുധങ്ങളിൽ ബെയ്ഡൌ ഉപയോഗിക്കുന്നതായി വിശകലന വിദഗ്ധർ പറയുന്നു. ഈ നാവിഗേഷൻ സിസ്റ്റവും ഡ്രോൺ തകർക്കാൻ ഉപയോഗിച്ചു എന്നാണ് ഇപ്പോൾ ഉള്ള നിഗമനം. കാണാതാകുന്നതിന് തൊട്ടു മുമ്പ് ഈ ഡ്രൈറ്റൺ ഡ്രോൺ ഇറാൻ്റെ ഭാഗത്തേക്ക് അല്പം തിരിഞ്ഞതായും പെട്ടെന്ന് താഴ്ന്നു പറന്നതായും റഡാർ വിവരങ്ങൾ കാണിക്കുന്നു. ഇത് ഇലക്ട്രോണിക് യുദ്ധമുറകളിലൂടെ ഡ്രോണിൻ്റെ നിയന്ത്രണം അസ്ഥിരപ്പെടുത്തിയതാകാമെന്ന സംശയത്തിന് ബലം നൽകുന്നു. ബെയ്ഡൌ സംവിധാനത്തിലെ സൈനിക തലത്തിലുള്ള വിവരങ്ങൾ ജാം ചെയ്യാൻ പ്രയാസമായതിനാൽ ഇതുപയോഗിച്ച് ഇറാൻ അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്നു എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ബീജിംഗ് ആസ്ഥാനമായുള്ള എംബോസാറ്റ് എന്ന ചൈനീസ് കമ്പനിയുടെ ഗ്രൗണ്ട് സ്റ്റേഷനുകൾ വഴിയാണ് ഇറാൻ TE ഉപഗ്രഹത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര നിരീക്ഷണ ഏജൻസികളുടെ കണ്ണ് വെട്ടിക്കാനാണ് മറ്റൊരു ഉപഗ്രഹ സ്റ്റേഷൻ ഇറാൻ ഇങ്ങനെ ഉപയോഗിക്കുന്നത്. അതായത് ഇത് രഹസ്യമായി നടന്ന ഒരു നീക്കമാണ്. ഈ ചൈനയുടെ ഉപഗ്രഹത്തെ ഇറാൻ വാങ്ങിച്ച കാര്യം അന്താരാഷ്ട്ര ഏജൻസികൾക്ക് ഒന്നും അറിയില്ല. എന്തായാലും വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഈ ഉപഗ്രഹത്തിൻ്റെ പ്രവർത്തനം തടയണമെന്ന് അമേരിക്ക ചൈനയോട് കർശനമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനെ നിയന്ത്രിക്കുന്ന ചൈനീസ് കമ്പനികൾക്ക്, അതായത് എർത്ത് ഐ എന്ന് പറയുന്ന ഇത് നിർമ്മിച്ച കമ്പനി, പിന്നെ എംബോസാറ്റ് എന്ന് പറയുന്ന ഇത് നിയന്ത്രിക്കുന്ന കമ്പനി, ഈ 2 കമ്പനികൾക്ക് മേൽ അമേരിക്ക ഉപരോധവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല അന്താരാഷ്ട്ര നിരീക്ഷണ ഏജൻസികൾ ഉപഗ്രഹത്തിൻ്റെ നീക്കങ്ങൾ കൂടുതൽ സൂക്ഷ്മമായി ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട്. അതിനാൽ പഴയതുപോലെ പൂർണ്ണമായ ഒരു രഹസ്യ സ്വഭാവത്തോടെ ഇപ്പോൾ ഈ ഉപഗ്രഹത്തെ പ്രവർത്തിപ്പിക്കാൻ ഇറാന് പ്രയാസമാണ്. എന്നാൽ ഈ വാർത്തയെ ചൈന പൂർണ്ണമായും നിഷേധിച്ചിട്ടുണ്ട്. ഇത് കെട്ടിച്ചമച്ച കഥയാണെന്നും അമേരിക്കൻ ഉപരോധങ്ങളെ ന്യായീകരിക്കാനാണ് ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് എന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ആരോപിച്ചിട്ടുണ്ട്. അതായത് അമേരിക്കയുടെ ആവശ്യം ചെവിക്കൊള്ളാൻ, അതായത് ഈ ഉപഗ്രഹത്തിൻ്റെ പ്രവർത്തനം നിർത്തണമെന്നുള്ള ആവശ്യം ചെവിക്കൊള്ളാൻ ചൈന തയ്യാറാകുന്നില്ല എന്ന് തന്നെ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഉപഗ്രഹ ഇടപാട് പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൽ ഇറാൻ ചൈന ബന്ധം കൂടുതൽ ദൃഢമാകുന്നതിൻ്റെ തെളിവായി അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുകയും ചെയ്യുന്നു. ഇതിനിടെയാണ് ഇറാനു വേണ്ടി റഷ്യ നിർണായകമായ ചില നീക്കങ്ങൾ നടത്തുന്നത്. അമേരിക്ക അതിരുവിടുന്ന സാഹചര്യത്തിൽ ഇറാനു വേണ്ടി നേരിട്ട് ഇറങ്ങണമോ എന്നുള്ള കാര്യം പുടിൻ ഗൗരവമായി ആലോചിക്കുന്നുണ്ട് എന്നാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല ഇറാനിലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം റഷ്യയിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് ഗൗരവകരമായ ചർച്ചകളും നടക്കുന്നുണ്ട്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ചൈന സന്ദർശിക്കുന്ന വേളയിൽ ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇറാന്റെ പക്കലുള്ള 450 കിലോയോളം വരുന്ന 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം റഷ്യയിലേക്ക് മാറ്റുകയും അവിടെ വെച്ച് അവ സമാധാനപരമായ ആവശ്യങ്ങൾക്കായുള്ള ഇന്ധനമാക്കി മാറ്റുകയും ചെയ്യുക എന്നതാണ് റഷ്യയുടെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം. 2015 ആണവ കരാറിൽ ഇതേ മാതൃക പിന്തുടരുന്നു. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുമായി നടത്തിയ ടെലിഫോൺ ചർച്ചയിലും ഇക്കാര്യം വിശദമായി സംസാരിച്ചിട്ടുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്ലാമാബാദിൽ നടന്ന ഇറാൻ അമേരിക്ക ചർച്ചകൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഇതൊരു വലിയ നയതന്ത്ര നീക്കമായാണ് ഇപ്പോൾ എല്ലാവരും കാണുന്നത്. റഷ്യ നടത്തുന്ന വലിയ ഒരു നയതന്ത്ര നീക്കമായാണ് കാണുന്നത്. ഇറാൻ സ്വീകരിക്കുന്ന ഏത് തീരുമാനത്തെയും റഷ്യ പിന്തുണയ്ക്കുമെന്നും ലാവ്റോ വ്യക്തമാക്കുന്നുണ്ട്. അതായത് തങ്ങൾക്കിങ്ങനെ ഒരു നിർദ്ദേശമുണ്ട്, പക്ഷേ ഇറാന് തീരുമാനിക്കാം കാര്യങ്ങൾ എന്നാണ് റഷ്യ പറയുന്നത്. എന്നാൽ യുറേനിയം പുറത്തേക്ക് മാറ്റുന്നത് തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായാണ് ഇറാൻ കാണുന്നത്. തദ്ദേശീയമായി യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള തങ്ങളുടെ അവകാശം സംരക്ഷിക്കപ്പെടണം എന്നതാണ് ഇറാൻ നിലവിൽ വാദിക്കുന്നത്. എന്നാൽ സംഘർഷ സാഹചര്യം ലഘൂകരിക്കാൻ 5 വർഷത്തേക്ക് സമ്പുഷ്ടീകരിച്ച യുറേനിയം റഷ്യയിലേക്ക് മാറ്റാൻ ഇറാൻ തത്വത്തിൽ എടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ചില നയതന്ത്ര വിദഗ്ധർ കരുതുന്നത്. അമേരിക്കയുമായുള്ള അടുത്ത ചർച്ചയിൽ ഇറാൻ ഈ നിർദ്ദേശം ചിലപ്പോൾ മുന്നോട്ട് വയ്ക്കാനും സാധ്യതയുണ്ട് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം അമേരിക്കയും യൂറോപ്പും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മുതലെടുത്ത് ഇറാൻ ചില ചടുലമായ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. പശ്ചിമേഷ്യൻ വിഷയങ്ങളിൽ ട്രംപുമായി കടുത്ത അഭിപ്രായ വ്യത്യാസമുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ ഇറാൻ ആസൂത്രിതമായ ശ്രമങ്ങളാണ് നടത്തുന്നത്. മുമ്പ് അകൽച്ചയിലായിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ നയതന്ത്രജ്ഞരുമായി ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. ഇസ്രയേലുമായുള്ള പ്രതിരോധ കരാറുകൾ റദ്ദാക്കാനുള്ള ഇറ്റലിയുടെ തീരുമാനവും ഇസ്രയേലിനെതിരെ ഉപരോധം വേണമെന്ന സ്പെയിനിൻ്റെ ആവശ്യവും ഇറാൻ ഭരണകൂടം വലിയ താൽപ്പര്യത്തോടെയാണ് നോക്കിക്കാണുന്നത്.
ഇത്തരം തീരുമാനങ്ങൾ അമേരിക്കയുടെ തന്ത്രങ്ങൾക്കേറ്റ അല്ലെങ്കിൽ നയങ്ങൾക്കേറ്റ തിരിച്ചടിയായി ഇറാൻ വിലയിരുത്തുന്നു. ഹോർമൂസ് കടലിടുക്കിലെ അമേരിക്കൻ നാവിക ഉപരോധം യൂറോപ്പിന്റെ ഊർജ്ജ സുരക്ഷയെ ബാധിക്കുമെന്ന് ഇറാൻ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പും നൽകുന്നു. അമേരിക്കയുടെ വാശി കാരണം യൂറോപ്പിലെ ഇന്ധന വില വർദ്ധിക്കുന്നത് ഒഴിവാക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ ഇടപെടണമെന്നാണ് ഇറാന്റെ ആവശ്യം. ഒപ്പം അമേരിക്കയെ മറികടന്ന് യൂറോപ്പുമായി നേരിട്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്താനുള്ള വഴികളും ഇറാൻ തേടുന്നുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ചൈനയുടെ ഹോർമൂസിലെ നീക്കങ്ങളും അവരുടെ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന കടുത്ത ഭീഷണിയും ഇറാനു വേണ്ടി ചൈന ചെയ്യുന്ന രഹസ്യ നീക്കങ്ങളും അമേരിക്ക വളരെ ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നത്. ചൈനയെ അങ്ങ് പിണക്കാൻ നിലവിലെ ചില സാഹചര്യങ്ങൾ കൊണ്ട് അമേരിക്കയ്ക്ക് കഴിയില്ല. ഒരു തവണ ചൈനയ്ക്ക് മുന്നിൽ തറ പറ്റിയ അനുഭവം ട്രംപിന് മുന്നിലുമുണ്ട്. പുടിനും ട്രംപുമായി വലിയ അകൽച്ചയാണ് ഇപ്പോൾ സൂക്ഷിക്കുന്നത്. മാത്രമല്ല ഇറാനു വേണ്ടി വാദിക്കുകയും ചെയ്യുന്നു പുടിൻ. ഒപ്പം രഹസ്യ ദൗത്യങ്ങളിലും ഏർപ്പെടുന്നു. അതായത് ഫലത്തിൽ നേരിട്ട് ചൈനയും റഷ്യയും ഇറാനു വേണ്ടി യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല എങ്കിൽ പോലും അതിനേക്കാൾ ഇഫക്റ്റുള്ള ദൗത്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ വിലയിരുത്താം. സൗദിയെയും ഖത്തറിനെയും തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ റഷ്യയും ചൈനയും ചില നീക്കങ്ങളും നടത്തുന്നുണ്ട്. ഇതെല്ലാം കനത്ത തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് എന്നാണ് അമേരിക്കൻ വിദഗ്ധർ ട്രംപിന് മുന്നറിയിപ്പ് നൽകുന്നത്. മാത്രമല്ല യൂറോപ്പുമായി ബന്ധപ്പെട്ട് ഇറാൻ നടത്തുന്ന നീക്കങ്ങളെയും ചെറുതായി കാണരുത് എന്ന് നയതന്ത്ര വിദഗ്ധർ ട്രംപിന് മുന്നറിയിപ്പ് നൽകുന്നു. ഇറ്റലി ഇസ്രയേലുമായുള്ള പ്രതിരോധ കരാർ റദ്ദാക്കിയതും സ്പെയിനിൻ്റെയും ഫ്രാൻസിൻ്റെയും ബ്രിട്ടൻ്റെയും നീക്കങ്ങളും നേതാക്കളുടെ വാക്കുകളുമെല്ലാം അമേരിക്കയെ സംബന്ധിച്ച് അതീവ ഗൗരവതരമാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ നയതന്ത്രപരമായി കരുത്താർജിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പേജ് ടെഡ് സ്റ്റോറീസ് വീഡിയോകൾ വാട്സപ്പിൽ നേരിട്ട് കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാം. വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ വാട്സപ്പ് ചാനലിലോ അംഗമാകാം. മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.